ഉത്തർപ്രദേശിലെ ഹത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് 40 പേർ മരിച്ചു. പ്രാർത്ഥനാ ചടങ്ങിനിടെയാണ് അപകടം സംഭവിച്ചത്. മരിച്ചവരിൽ 23 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വലിയ തരത്തിലുള്ള അപകടമാണ്. മരണസംഖ്യയും ഇത്രയും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? എവിടെയുള്ളവർക്കാണ് അപകടം സംഭവിച്ചത്? സ്വാതി, തീർച്ചയായും 40-ലധികം പേർ ഹത്രാസിൽ പ്രാർത്ഥനാ ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ ഈ സെക്കൻഡിൽ അറിയാൻ കഴിയുന്നത് മരണസംഖ്യ 50-ലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. കാരണം പരിക്കേറ്റവരെ ഇപ്പോഴും ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹത്രാസ് ജില്ലയിലെ 2 വില്ലേജുകളിലെ വലിയ ആൾക്കൂട്ടം ഈ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒരു ശൈവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സത്സംഗിനിടെയാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായത്. സത്സംഗ് കഴിഞ്ഞ ശേഷം, പ്രാർത്ഥനാ ചടങ്ങ് കഴിഞ്ഞ ശേഷം ആളുകൾ പിരിഞ്ഞു പോകുമ്പോഴുണ്ടായ ആൾക്കൂട്ടവും അതിനെ തുടർന്നുണ്ടായ തിക്കും തിരക്കുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. പിരിഞ്ഞു പോകുമ്പോഴുണ്ടായ ചെറിയ ഒരു വഴിയാണ് പിരിഞ്ഞു പോകുന്നവർക്കായി ഒരുക്കിയിരുന്നത്. ആ വഴിയിലുണ്ടായ ഒരു തിക്ക്, നമുക്കറിയാമല്ലോ, അത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ വേഗം പിരിഞ്ഞു പോകാനുള്ള ശ്രമം നടത്തും. അപ്പോഴുണ്ടായ ഒരു അപകടം, അതിലാണ് സ്ത്രീകളും കുട്ടികളുമാണ് ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റവരെ ഹത്രാസിലെ വിവിധ വില്ലേജുകളിലെ ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് എറ്റ്ല ആശുപത്രിയിലാണ്. അവിടെയാണ് ഈ 27 പേർ മരിച്ചതായിട്ടുള്ള വിവരം നമുക്കറിയുന്നത്. ബാക്കി 40 പേരുടെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മരിച്ചവരെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 വില്ലേജുകൾ, അതായത് മുഗൾ ഗാർഹിയും രതിബൻപൂരും, ഈ 2 വില്ലേജുകളിൽ നിന്നുള്ള മുഴുവൻ ആളുകളും ഈ സത്സംഗിൽ, പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന് അനൗദ്യോഗികമായ അനുമതി മാത്രമാണ് അധികൃതർ ഈ സത്സംഗിന് നൽകിയിരുന്നത്. സാധാരണഗതിയിൽ ഇത്തരം സത്സംഗുകൾ എല്ലാ വർഷവും നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു അനുമതിയൊന്നും ആരും വാങ്ങാറില്ല. പക്ഷേ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനം അവിടെ ഒരുക്കിയിരുന്നില്ല. ഈ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംഭവത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മന്ത്രിമാരോടും DGPയോടും അടിയന്തരമായി ഈ മേഖലയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. DGP അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് സൂപ്രണ്ട് അവിടെയുണ്ട്. അദ്ദേഹമാണ് ഈ 40 മരണം എന്നുള്ളത് അനൗദ്യോഗികമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 50-ലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാതി. ശരി ശ്രീജിത്ത്, എന്തായാലും അതിദാരുണമായ സംഭവമാണ്. ഉത്തർപ്രദേശിലെ ഹത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് 40 പേർ മരിച്ചു. പ്രാർത്ഥനാ ചടങ്ങിനിടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ മരണം സംഭവിച്ചത് ഭൂരിഭാഗവും സ്ത്രീകൾക്കാണ് എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്.